ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഇന്ന് ഞാൻ പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. തിയറി നമ്മൾ 2 ചാപ്റ്റർ കഴിഞ്ഞു. ഈ വീക്കിന്റെ എൻഡിൽ അതിന്റെ ടെസ്റ്റ് പേപ്പർ നടത്തണമെന്ന് വിചാരിക്കുന്നു. അതിന്റെ സമയവും ദിവസമൊക്കെ ഞാൻ നാളെയോ മറ്റന്നാളോ അറിയിക്കാം. നിങ്ങൾ 2 ചാപ്റ്ററും നന്നായിട്ട് വായിച്ച് പ്രിപ്പയർ ചെയ്യാം. പരീക്ഷ എങ്ങനെ നടത്തണമെന്ന് ഞാൻ നിങ്ങളുടെ ക്ലാസ് ലീഡേഴ്സും ബാക്കിയുള്ളവരുമായിട്ട് സംസാരിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നു. അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. അതെങ്ങനെ നിങ്ങൾ അറ്റൻഡ് ചെയ്യും എന്നുള്ളതിന്റെ രീതിയിലാണ് ഞാൻ അടുത്ത കാര്യങ്ങളിലേക്ക് പോകുന്നത്, അടുത്ത അധ്യായത്തിലേക്ക് പോകുന്നത്. അതിനു മുമ്പ് പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. 2 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കാരണം നിങ്ങൾ റെക്കോർഡ് വരെ തുടങ്ങി, അത് എവിടെ എത്തിയെന്നറിയില്ല. പ്രാക്ടിക്കലും അങ്ങനെയാണ്. നമ്മുടെ ഹയർ സെക്കൻഡറി ബോട്ടണി പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ലാബിൽ അനാട്ടമിയുമായി ബന്ധപ്പെട്ട 4-5 ക്ലാസ്സുകളെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ബാക്കിയുള്ള ലാബിലെ പോലെ അല്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതാണ്. ക്ലാസ്സിൽ ലാബിൽ വന്നാൽ പോലും നമ്മൾ സ്ലൈഡ്സ് ഒബ്സർവ് ചെയ്യലാണ്, അല്ലെങ്കിൽ മെറ്റീരിയൽസ് കാണലാണ് നമ്മുടെ പണി. അതൊക്കെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ കാര്യങ്ങളാണ്. സെക്കൻഡ് ഇയറും ഫസ്റ്റ് ഇയർ ഒക്കെ ഡിസ്കസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് പ്രാക്ടിക്കൽ വരുന്നത്. പുതുതായിട്ട് കാര്യങ്ങൾ കുറവാണ്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറും പ്രാക്ടിക്കൽ വിഷയങ്ങൾ പ്രാക്ടിക്കൽ സിലബസ് ഒന്നിച്ചാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഞാൻ ക്ലാസ്സിലും ബോർഡിലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വരക്കേണ്ട കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ലാബിൽ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തീർക്കാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം. അപ്പൊ ഇത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ മുമ്പിൽ പ്രാക്ടിക്കൽ ടെക്സ്റ്റ് ഉണ്ടാവണം. അതുപോലെ തന്നെ റെക്കോർഡ്, നിങ്ങൾ വരച്ചത് റെക്കോർഡ് വരക്കാൻ തുടങ്ങി, ആ റെക്കോർഡ് കയ്യിലുണ്ടാവണം. അപ്പൊ അത്രമാത്രമേ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റൂ. ഞാൻ ഓരോ ഡയഗ്രമായിട്ട് വരക്കേണ്ട ഡയഗ്രവും അല്ലെങ്കിൽ സ്പെസിഫിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നന്നായി ശ്രദ്ധിക്കുക. എന്നിട്ട് ആ രീതിയിൽ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുക. നമ്മുടെ പ്രാക്ടിക്കൽ ടെക്സ്റ്റ് കയ്യിലുണ്ടാവും. പ്രാക്ടിക്കൽ ടെക്സ്റ്റിന്റെ ആദ്യത്തെ 8ാമത്തെ പേജ് നമ്പർ 8 നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. ആ ഒരു പേജ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 1 മുതൽ 10 വരെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 10 വരെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചാണ് ഹയർ സെക്കൻഡറിക്ക് നിങ്ങൾക്ക് മാർച്ചിൽ പബ്ലിക് എക്സാം വരുന്നതിന്റെ അതേ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ മെറ്റീരിയൽസ് മാത്രമേ മാറ്റം വരൂ. നിങ്ങൾ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യും ഇതിന്റെ ബേസിലാണ്. ആ തൊട്ടടുത്ത 9ാമത്തെ പേജിൽ നമ്മൾ ചെയ്യുന്ന സിലബസിൽ ഏതൊക്കെ മെറ്റീരിയൽസ് വേണമെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ എക്സ്പ്ലെയിൻ ചെയ്ത മെറ്റീരിയൽസ് മാത്രമേ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. അതല്ലാതെ വേറൊരു മെറ്റീരിയൽസ് ചോദിക്കില്ല. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് അല്ലാതെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അറിയാം. 20 മാർക്കിന്റെ പ്രാക്ടിക്കൽ എക്സാം ആണ്. ആ 20 മാർക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷന് ഈ പറഞ്ഞു തരാത്ത ഒന്ന് ചോദിക്കില്ല എന്ന് ഗ്യാരണ്ടിയാണ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നെ അപ്പുറത്തുള്ള 9ാമത്തെ പേജിലുള്ള കാര്യങ്ങളും നിങ്ങൾ ശരിക്കും തറവാവണം. ഈ 2 പേജ് നമുക്ക് വളരെ നിർബന്ധമാണ്. ഇതിന്റെ ബേസിലാണ് പ്രാക്ടിക്കൽ പരീക്ഷ നമുക്ക് ഹയർ സെക്കൻഡറിക്ക് നടക്കല്. അതുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങളും ഫസ്റ്റ് മുതലുള്ള ഓരോ കാര്യങ്ങളും ഞാൻ ബോർഡിൽ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ആ രീതിയിൽ നിങ്ങൾ വരക്കുന്നതും എഴുതുന്നതൊക്കെ ആ രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം വരുന്നത് ഫിഗർ ആണ്. ആദ്യം വരുന്ന ഫിഗേഴ്സ് ആണ് ഞാൻ ആദ്യം പറയുന്നത്. ആദ്യമുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യത്തെ സെറ്റായി വരുന്നത് നിങ്ങൾ വരക്കാൻ തുടങ്ങിയത് ആദ്യത്തെ ഒരു 13 ഡയഗ്രമാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ 13 ഡയഗ്രത്തിൽ നമുക്ക് കാണാനേ ഉള്ളൂ, ചെയ്യാനൊന്നുമില്ല. അത് ഫസ്റ്റ് ഇയർ നമ്മൾ ലോവർ പ്ലാന്റ്സ് ആൽഗ, ബ്രയോഫൈറ്റ്, ടെറഡോഫൈറ്റ്, ഗിംനോസ്പേംസ് അവിടെ കംപ്ലീറ്റ് ചെയ്ത ഫംഗസ് അവിടെ കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങളാണ് ആദ്യത്തെ 13 എണ്ണം വരുന്നത്. ആ ഒരു സെറ്റ് ലാബിലാണെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ലാബില് ആ 13 എണ്ണത്തില് 5 എണ്ണം മൈക്രോസ്കോപ്പിക് സ്ലൈഡ്സ് ആണ്. ബാക്കിയുള്ള 8 എണ്ണം ബാക്കിയുള്ളത് നമ്മള് പിന്നെ 6 എണ്ണം വരും. അത് 6 എണ്ണം മെറ്റീരിയൽസ് ആണ്. നമുക്ക് കാണേണ്ട മെറ്റീരിയൽസ് ആണ്, മാക്രോസ്കോപ്പിക് മെറ്റീരിയൽസ് ആണ്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഡയഗ്രംസ് വരുന്നത്. ആ ഡയഗ്രംസ് ഞാൻ അത് 39 വരെയുള്ളതാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 എണ്ണമാണുള്ളത്. ആദ്യത്തെ 1 ഡയഗ്രം മൈക്രോസ്കോപ്പ് ആണ്. ബാക്കി 11 എണ്ണത്തില് 5 എണ്ണം മൈക്രോസ്കോപ്പിക് സ്ലൈഡ്സ് ആണ്. നിങ്ങളുടെ ലാബിൽ വന്ന് മൈക്രോസ്കോപ്പിൽ കാണേണ്ടതാണ്. ബാക്കിയുള്ള 6 എണ്ണം
മാക്രോസ്കോപ്പിക് ആണ്, മൈക്രോസ്കോപ്പ് ഇല്ലാതെ കാണാൻ പറ്റുന്നതാണ്. അപ്പൊ 11 എണ്ണമാണ് നമുക്ക് വേണ്ടത്. ആ 11 എണ്ണം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ഫസ്റ്റ് ഇയർ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ആദ്യം വരുന്നത് ഫസ്റ്റ് ഡയഗ്രാം. നമ്മളറിയാം ഡയഗ്രാം വരയ്ക്കുന്നത് റൈറ്റ് സൈഡിലാണ്, നോട്ട്സ് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ആദ്യത്തെ ഡയഗ്രാം കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ്. നിങ്ങൾക്ക് അറിയാം നമ്മളെ ആദ്യത്തെ ഡയഗ്രാം ഫിഗർ നമ്പർ 2 ആണ്. ആദ്യത്തെ ഡയഗ്രാം വരുന്ന റൈറ്റ് സൈഡിൽ വരുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ്. അപ്പൊ ആദ്യം നിങ്ങൾ ഹെഡിങ് എഴുതണം, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ് ഫസ്റ്റ് ഡയഗ്രാം വരുന്നത്. ആ ഡയഗ്രത്തിന് ഫിഗർ നമ്പറോ ഡേറ്റോ ഒന്നും കൊടുക്കേണ്ട, കാരണം ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ഡയഗ്രാം അല്ല. നമ്മുടെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും നമ്മൾ ബോട്ടണി പ്രാക്ടിക്കലും സുവോളജി പ്രാക്ടിക്കൽ ആയാലും മൈക്രോസ്കോപ്പ് 3 തരം മൈക്രോസ്കോപ്പ് ആണ്. സിമ്പിൾ മൈക്രോസ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് മുമ്പത്തെ പേജിൽ നോക്കാം. ഫിഗർ നമ്പർ 1 ആണ് ഡിസെക്ഷൻ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ചെറിയ മൈക്രോസ്കോപ്പ് ആണ്. അതിന് പവർ കുറവാണ്, അതിന് ഒരു പവർ മാത്രമേ, ഒറ്റ ലെൻസ് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തത് നമ്മൾ വരയ്ക്കുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ്. അതിന് ആ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് നിങ്ങൾ ഫസ്റ്റ് സുവോളജി ബോട്ടണി ലാബിൽ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഒരുപക്ഷെ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ നിങ്ങൾ മൈക്രോസ്കോപ്പ് കാണിച്ചിട്ടുണ്ടാവാം, ചില ആൾക്കാർ കൈകാര്യം ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ഇവിടെ ഹയർ സെക്കൻഡറിക്ക് ബോട്ടണി പ്രാക്ടിക്കലും സുവോളജി പ്രാക്ടിക്കലും നിങ്ങൾക്ക് നന്നായി ചെയ്യണമെങ്കിൽ മൈക്രോസ്കോപ്പ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ മൈക്രോസ്കോപ്പ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റൂല. അത് ലാബിൽ വന്നിട്ട് നിങ്ങൾ സ്വന്തം കൈകാര്യം ചെയ്താലേ നമുക്ക് അനാട്ടമിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഓരോരുത്തരും മൈക്രോസ്കോപ്പ് സ്വന്തമായി അഡ്ജസ്റ്റ് ചെയ്യാനും അത് നോക്കാനും നിങ്ങൾ പഠിച്ചിരിക്കണം. അതിന്റെ പാർട്സ് ഒക്കെ ഞാൻ നേരിട്ട് വന്നതിന് ശേഷം ലാബിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പക്ഷെ അത് നമ്മൾ വരക്കണം. ആ ഡയഗ്രാം വരക്കാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഡയഗ്രാം ആണ്. അപ്പൊ ആദ്യം തന്നെ ആ ഡയഗ്രാം വരച്ചിട്ട് റെക്കോർഡ് കാണുമ്പോൾ അതിന്റെ ഫസ്റ്റ് പേജ് തന്നെ ഭംഗി കുറവ് കാണണ്ട. അതുകൊണ്ട് വരക്കാൻ പറ്റുമെന്ന് വരക്കാം, അല്ലെങ്കിൽ കുറച്ച് വരക്കാനുള്ള സ്കില്ല് കിട്ടിയിട്ടുണ്ടാവുമെങ്കിൽ ഇപ്പൊ വരക്കുമ്പോൾ അതിനുശേഷം വരച്ചാലും മതി. ആദ്യ ഡയഗ്രാം തന്നെ ആദ്യം വരക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ആ ഫസ്റ്റ് ഡയഗ്രാം കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ്. അതിന്റെ പാർട്സ് എല്ലാം കൃത്യമായിട്ട് വരക്കണം, കൃത്യമായിട്ട് ലാബിൽ ചെയ്യണം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാനില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം വരപ്പിക്കുന്നത്. അതുകൊണ്ട് അത് ഭംഗിയായിട്ട് വരക്കാം. അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഓരോരാൾക്കും മൈക്രോസ്കോപ്പ് തന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും അതിന്റെ പാർട്സ് നേരിട്ട് പറഞ്ഞുതരാം. അതുകൊണ്ട് ഫസ്റ്റ് ഡയഗ്രാം വരക്കേണ്ടത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതല്ല. പിന്നെ ഇതിനേക്കാളും വലിയൊരു മൈക്രോസ്കോപ്പ് ഉണ്ട്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ്. സാധാരണ നിലയിൽ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫൈങ് പവർ 3000 ആണ്. നല്ല 2 പവർ ഉള്ള ലെൻസ് അതിനകത്തുണ്ട്. അപ്പൊ അത് നമ്മൾ പിന്നെ സാധാരണ നമുക്ക് സെല്ല് വരെ, ഈവൻ ക്രോമസോം വരെ കാണാൻ നമുക്ക് ഈ മൈക്രോസ്കോപ്പ് മതി. ലാബിൽ നിങ്ങൾക്ക് മൈറ്റോസും മിയോസും കാണിക്കുമ്പോൾ ക്രോമസോം കാണിക്കണം. സെല്ല് കാണാനും ടിഷ്യൂസ് കാണാനും ഈവൻ ക്രോമസോം വരെ. ഇതിന് ഹൈ പവർ 2 പവർ ഉണ്ട്, ലോ പവർ, ഹൈ പവർ ഒബ്ജക്റ്റീവ്സ് വരച്ചിട്ടുണ്ടാവും. അത് ഒന്ന് പവർ കുറവാണ്, 10x ആണ്. ഒന്ന് പവർ കൂടിയതാണ്, അത് 40x എന്ന് പറയും. ആ ഹൈ പവർ ഉപയോഗിച്ചാൽ നമുക്ക് ഈവൻ ക്രോമസോം വരെ കാണാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. ഹയർ സെക്കൻഡറി ലെവലില്, ഡിഗ്രി ലെവലിലേക്ക് ഇത് മതി. അതിനേക്കാളും വലിയൊരു മൈക്രോസ്കോപ്പ് ഉണ്ട്, നമ്മളതിന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയും. ഓർഗനൽസ് കാണണമെങ്കിൽ, മൈറ്റോകോൺട്രിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡോ കാണണമെങ്കിൽ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വേണം. അത് വലിയ വലിയ സ്ഥാപനങ്ങളിലും യൂണിവേഴ്സിറ്റികളിലും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലൊക്കെ അത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കാണുള്ളൂ. അത് നമുക്ക് ഹയർ ലെവൽ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം. നമുക്കിപ്പം കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, അതിന്റെ പാർട്സ് ഒക്കെ. അപ്പൊ മൈക്രോസ്കോപ്പ് 3 തരമാണ്: സിമ്പിൾ മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ഡിസെക്ഷൻ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അങ്ങനെ 3 തരം മൈക്രോസ്കോപ്പാണ് നമുക്ക് നിലവിലുള്ളത്. പിന്നെ അല്ലാതെ വേറെ പലതരത്തിൽ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകൾ ലാബുകൾ ഉണ്ടാവാം. നമുക്ക് വേണ്ടത് 3 തരമാണ്. നമുക്ക് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ് നിങ്ങൾക്ക് വരക്കേണ്ടത്. ഫസ്റ്റ് ഡയഗ്രാം ആണ്. അതുകൊണ്ട് അത് സൗകര്യം പോലെ വരക്കുക. ആദ്യം തന്നെ വരച്ച് റെക്കോർഡ് മോശമാണെന്ന് ഞാൻ പറയില്ല, സൗകര്യം പോലെ വരച്ചാൽ മതി. ഇനി നമ്മളെ സിലബസിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഡയഗ്രാം വരുന്നത് ഓസിലറ്റോറിയ ഫിലമെന്റ് ആണ്. ഫിഗർ നമ്പർ 22 ആണ്. ആ ഫിഗർ രണ്ടാമത്തെ റൈറ്റ് സൈഡിൽ രണ്ടാമതായി വരുന്നത് ഓസിലറ്റോറിയ ഫിലമെന്റ് ആണ്. സി, ഓസിലറ്റോറിയ ഫിലമെന്റ് ആണ് നമ്മുടെ സിലബസിൽ വരുന്ന ആദ്യത്തെ ഡയഗ്രാം. ഓസിലറ്റോറിയ ഫിലമെന്റ് അതറിയാം. ഫിഗർ നമ്പർ 22 ആണ്. 22ാമത്തെ 22 ഫിഗർ നമ്പർ ആണ്. ഫിഗർ നമ്പർ 22 ആണ്. ഫിഗർ നമ്പർ 16 ആൻഡ് 22 ഇതാണ് ഓസിലറ്റോറിയ ഫിലമെന്റ്.
അതിൽ 22 23 ഉണ്ട്. നമുക്ക് വേണ്ടത് 22 ആണ്. 23 കുറച്ച് വലുതാണ്. 22 റൈറ്റ് സൈഡിൽ വരക്കാം. ഇനി വരച്ചു കഴിഞ്ഞാല് ലെഫ്റ്റ് സൈഡിൽ നോട്ട്സ് എഴുതണം. ഞാൻ പറഞ്ഞില്ല നോട്ട്സ് എഴുതാൻ പറഞ്ഞിട്ടില്ല. ലെഫ്റ്റ് സൈഡിൽ നോട്ട്സ് എഴുതണം. നോട്ട്സ് എഴുതുന്നത് പെൻസിൽ കൊണ്ട് എഴുതാവൂ, പെന്ന് റെക്കോർഡിൽ ഉപയോഗിക്കരുത്. ലെഫ്റ്റ് സൈഡിൽ നോട്ട്സ് എഴുതുമ്പോൾ നോട്ട്സ് എഴുതേണ്ട രണ്ട് കാര്യങ്ങൾ എഴുതുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളൊന്നും എഴുതാൻ പോകണ്ട. അവിടെ ഐഡന്റിഫിക്കേഷൻ ഉണ്ടാവും. ദ ഗിവൺ സ്ലൈഡ് ഷോ ഫിലമെന്റ്സ് ഓഫ് ഓസിലേറ്റോറിയ. അത് എക്സാമിന് എഴുതേണ്ടതാണ്. അത് കൂടാതെ റീസണും വേണം. അപ്പോ ഈ ഓസിലേറ്റോറിയ റൈറ്റ് സൈഡിൽ വരച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ ആ പേജിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോലെ ഇങ്ങനെ വരക്കുമ്പോൾ എഴുതണം. നിങ്ങൾ ഈ സൈഡിൽ ഡയഗ്രം വരക്കാം. ഞാൻ റെക്കോർഡ് ഇങ്ങനെ പിടിക്കുന്നു. റൈറ്റ് സൈഡിൽ ആദ്യം മാർജിൻ ബോർഡർ വരക്കാം. ഞാൻ പറഞ്ഞിരുന്നു ബോർഡർ വരച്ചിട്ട് പെൻസിൽ കൊണ്ട് ബോർഡർ വരക്കാം. എന്നിട്ട് ഡയഗ്രം ഓസിലേറ്റോറിയ വരക്കാം. ലെഫ്റ്റ് സൈഡിൽ അതേപോലെ ബോർഡർ വരക്കണം, ബോക്സ് വരക്കണം. എന്നിട്ട് ഐഡന്റിഫിക്കേഷൻ എഴുതുക. താഴെ റീസൺ എഴുതുക. റീസൺ ആയിട്ട് ഇവിടെ 7 റീസൺ പറഞ്ഞിട്ടുണ്ട്. ആ 7 എഴുതണം. അപ്പോ പറഞ്ഞത് മാത്രമേ എഴുതണ്ടൂ. നിങ്ങൾ നോട്ട്സായി എഴുതേണ്ടത് ഐഡന്റിഫിക്കേഷനും റീസണുമാണ്. ഐഡന്റിഫിക്കേഷൻ 1 പോയിന്റേ ഉള്ളൂ. റീസൺ 7 പോയിന്റ് ഉണ്ട്. അത് ഓസിലേറ്റോറിയന്റെ ലെഫ്റ്റ് സൈഡ്. അപ്പൊ എല്ലാ പേരും അങ്ങോട്ട് ഞാൻ പറയാനില്ല. റൈറ്റ് സൈഡിൽ ഡയഗ്രാം, ലെഫ്റ്റ് സൈഡിൽ നോട്ട്സ്. ഞാൻ പറഞ്ഞത് മാത്രമേ എഴുതുള്ളൂ. പറയാത്ത നോട്ട്സ് എഴുതണ്ട. അത് പെൻസിൽ കൊണ്ട് എഴുതണം. അപ്പൊ ഓസിലേറ്റോറിയ ഫിലമെന്റ്സ് അറിയാം, ഓസിലേറ്റോറിയ അറിയാം. നിങ്ങൾ വരച്ച ഡയഗ്രാംസ് ഫിലമെന്റ് ആണ്. ഓസിലേറ്റോറിയന്റെ ഫിലമെന്റ് ഇങ്ങനെ വരും. ഓസിലേറ്റോറിയ ഫിലമെന്റ് ആണ്. ഫിലമെന്റ് അറിയാം, ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. നമ്മുടെ ആൽഗെ പറയുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞതാണ്. താലസ് പറയുമ്പോൾ യൂണിസെല്ലുലാർ പറഞ്ഞു, കൊളോണിയൽ പറഞ്ഞു, ഫിലമെന്റസ് എന്ന് പറഞ്ഞു. ഫിലമെന്റ് എന്ന് പറഞ്ഞാൽ ചെയിൻ ഓഫ് സെല്ലാണ് ഫിലമെന്റ്. ആദ്യം ഓർക്കണം ഓസിലേറ്റോറിയ, ഇത് ഓസിലേറ്റോറിയ എന്നുള്ള അതൊരു ഏതറിയാം, നിങ്ങൾ പഠിച്ചതാണ്. കിങ്ഡം മൊണേറയിൽ വരുന്ന ഗ്രൂപ്പാണ്. കിങ്ഡം മൊണേറയിൽ സയാനോ ബാക്ടീരിയ എന്നുള്ള ഗ്രൂപ്പ്. നമ്മൾ ബാക്ടീരിയനെ 3 ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്തു. ആർക്കി ബാക്ടീരിയ, സയാനോ ബാക്ടീരിയ, യു ബാക്ടീരിയ എന്ന് ഡിവൈഡ് ചെയ്തു. സയാനോ ബാക്ടീരിയയിൽ വരുന്ന ഗ്രൂപ്പ് ഓർഗാനിസം ആണ് പ്രോകാരിയോട്ടിക് ആയ ഓസിലേറ്റോറിയ ഫിലമെന്റ്. ലാബിൽ വന്ന സ്ലൈഡ് കാണിച്ചു തരാം. സ്ലൈഡ് ഒബ്സർവ് ചെയ്യാനേ ഉള്ളൂ, ചെയ്യാനൊന്നുമില്ല. ഓസിലേറ്റോറിയ അതിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്. ഓസിലേറ്റോറിയ എന്ന് പറഞ്ഞാൽ അത് ലിവിംഗ് ആവുമ്പോൾ ഓസിലേറ്റ് ചെയ്യും. ഒരു പെൻഡുലം പോലെ ഓസിലേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഓസിലേറ്റോറിയ. അതിന്റെ ഫിലമെന്റ് ആണ്, ചെയിൻ ഓഫ് സെല്ലാണ് ഫിലമെന്റ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയാണ് ഉണ്ടാവല്. അത് നമ്മൾ കാണുമ്പോൾ ഒരു എർത്ത് ബോളിനെ പോലെ മൈക്രോസ്കോപ്പിൽ കാണുമ്പോൾ അത് കാണാൻ പറ്റും, ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മളെ സയാനോ ബാക്ടീരിയ വേറെ പേര് ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നാണ്. അതിന്റെ കളർ ബ്ലൂ ഗ്രീൻ ആണ്. അത് ഫസ്റ്റ് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം ആണ്, അറിയാം. ഫസ്റ്റ് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം ആണ്. അതിന്റെ അതാണ് നോട്ട്സിൽ വരുന്നത്. ഏതെങ്കിലും പോയിന്റ്സ് വേണം, എല്ലാ പോയിന്റ്സും എക്സാം എഴുതാൻ പറ്റൂല. ഫസ്റ്റ് ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം ആണ്. സയാനോ ബാക്ടീരിയന്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഫസ്റ്റ് photosynthetic organism, they began to produce oxygen by photosynthesis. They can absorb nitrogen and convert into ammonia. അതിന് സ്പെഷ്യലൈസ്ഡ് സെല്ലുണ്ട്, ഹെറ്ററോസിസ്റ്റ് എന്ന് പറയും. അതാണ് അബ്സോർബ് ചെയ്യുന്നത്. നൈട്രജൻ ഫിക്സ് ചെയ്ത് അമോണിയ ആവും. അങ്ങനെ നൈട്രജൻ കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഓർഗാനിസമാണ് സയാനോ ബാക്ടീരിയ. പിന്നെ അതിന് ഒരുപാട് പ്രോട്ടീൻ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ പഠിച്ചതാണ്. സ്പൈറലിനെ പോലുള്ള ഓർഗാനിസം ഇതിന് പ്രോട്ടീൻ ഉണ്ടാവും. ആ പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് ക്യാപ്സ്യൂൾ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോഴും ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതാണ് ഓസിലേറ്റോറിന്റെ പ്രത്യേകത. നൈട്രജൻ ഫിക്സിംഗ് ആണ്, പ്രോട്ടീൻ കണ്ടെയ്നിങ് ആണ്, ഫസ്റ്റ് ഫോട്ടോസിന്തറ്റിക് ആണ്. ഇറ്റ് ബിഗാൻ ടു പ്രൊഡ്യൂസ് ഓക്സിജൻ ബൈ, അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതൊക്കെ നോട്ട്സിൽ ഉണ്ടാവും. നമ്മൾ ഈ ഡയഗ്രാം വരയ്ക്കണം. ഫിലമെന്റ് ആണ്, ചെയിൻ ഓഫ് സെല്ലാണ് ഫിലമെന്റ് എന്ന് പറഞ്ഞാല്. ആ ഫിഗർ നമ്പർ 22 വരക്കണം. അതിൽ ലാബിലിങ്സും ഉണ്ട്. പ്രോകാരിയോട്ടിക് ആയതുകൊണ്ട് അതിനകത്ത് ന്യൂക്ലിയസോ ഓർഗനൽസോ മൈറ്റോകോൺഡ്രിയ പോലുള്ള ഓർഗനൽസ് ഉണ്ടാവില്ല. പ്രോകാരിയോട്ടിക് സെല്ലാണ്. മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആബ്സെന്റ് ആണ്. ഒരു ന്യൂക്ലിയോയിഡ് പോലത്തെ സാധനം ഉണ്ടാവും. ഇതാണ് ഫസ്റ്റ് ഡയഗ്രാം. ഞാൻ ലാബിൽ വരുമ്പോൾ അത് മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഫസ്റ്റ് ഡയഗ്രാം വരക്കുന്നത് ഓസിലേറ്റോറിയ ഫിലമെന്റ് ആണ്. റൈറ്റ് സൈഡ് ഡയഗ്രാം, ലെഫ്റ്റ് സൈഡിൽ നോട്ട്സ് എഴുതുക. അത് വൃത്തി ചെയ്യാം. ഇനി സെക്കൻഡ് മൈക്രോസ്കോപ്പ് കഴിഞ്ഞ് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ഇനി സെക്കൻഡ് ഡയഗ്രാം അടുത്ത് നമുക്ക് സിലബസിലെ രണ്ടാമത്തെ ഡയഗ്രാം നമുക്ക് വരുന്നത്, അതായത് മൂന്നാമത് രണ്ടാമത്തെ സിലബ് വരുന്നത് റൈസോപ്പസ് അസെക്ഷൽ ഫിഗർ നമ്പർ 26 ആണ്. അത് വരുന്നത് റൈസോപ്പസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഹെഡിങ് ഇങ്ങനെ തന്നെ വേണം. റൈസോപ്പസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡയഗ്രമായി വരുന്നത്. അത് ഫിഗർ നമ്പർ 26 ആണ്. ആ 26 റൈസോപ്പസ് ഉണ്ട്, അറിയാം. റൈസോപ്പസ് കിങ്ഡം ഫംഗിൽ. ഇതാണ് ഡയഗ്രാം. ഈ ഡയഗ്രാം റൈറ്റ് സൈഡിൽ വരക്കാം. ലെഫ്റ്റ് സൈഡിൽ ഐഡന്റിഫിക്കേഷനും നോട്ട്സും എഴുതുക. ഐഡന്റിഫിക്കേഷൻ ഒരു പോയിന്റ് ആണ്. റീസൺ ഇതിൽ 8 പോയിന്റ് ഉണ്ട്. അത് മാത്രം ലെഫ്റ്റ് സൈഡിൽ പെൻസിൽ കൊണ്ട് എഴുതുക.
ദെൻ റൈസോപ്പസിനെ കുറിച്ച് പറയാം. റൈസോപ്പസ് കിങ്ഡം ഫംഗസിൽ വരുന്ന ഒന്നാണ് റൈസോപ്പസ് എന്ന് പറഞ്ഞാല്. റൈസോപ്പസിന്റെ വേറെ പേര് ബ്രെഡ് മൗൾഡ് ആണ്. ബ്രെഡിൽ വളരുന്ന ഫംഗസ് ആണ്. അതിന്റെയും സ്ലൈഡ് ആണ് നമുക്ക് ലാബിൽ ഒബ്സർവ് ചെയ്യാനുള്ളത്. റൈസോപ്പസ് അറിയാം, അതൊരു നമുക്ക് ഫംഗസിനെ ഗ്രൂപ്പ് പഠിച്ചു. സൈഗോമൈസിറ്റസ്, ആസ്കോമൈസിറ്റസ് നമ്മൾ ഗ്രൂപ്പ് പഠിച്ചു. ആദ്യത്തെ ഫൈക്കോമൈസിറ്റസ് അല്ലെങ്കിൽ അതിൽ കോൺജുഗേഷൻ ഫംഗസിൽ വരുന്നതാണ്. സൈഗോമൈസിറ്റസ് ആണ്, കോൺജുഗേഷൻ ഫംഗസ് ആണ്. അതിൽ വരുന്ന ക്യാരക്ടേഴ്സ് നമ്മൾ പഠിച്ചിരുന്നു. അതില് നമുക്ക് റീപ്രൊഡക്ഷൻ ഹൈഫയാണ്. ഇങ്ങനെ വരുന്ന എസെപ്റ്റേറ്റ് ഹൈഫയാണ് ആ ഗ്രൂപ്പിൽ വരുന്നത്. എസെപ്റ്റേറ്റ് ഹൈഫ അറിയാം. എന്നിട്ട് അതില് റീപ്രൊഡക്ഷൻ സമയമാകുമ്പോൾ അതില് ചില ഹൈഫ ഇങ്ങനെ മുകളിലോട്ട് വരും. എന്നിട്ട് വന്നിട്ട് അതിന്റെ അറ്റത്ത് ഇങ്ങനെ ബലൂൺ ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാവും. അതിനെ നമ്മൾ സ്പൊറാഞ്ചിയ എന്ന് പറയും. ആ സ്പൊറാഞ്ചിയക്കുള്ളിൽ സ്പോർ ഉണ്ടാവും. അങ്ങനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അതിൽ ലാബിരിങ്സ് ഉണ്ട്. അത് സ്പൊറാഞ്ചിയ, സ്പോർ എന്നൊക്കെ ലാബിൽ, ഹൈഫ എന്നൊക്കെ ലാബിൽ ഉണ്ടാവും. അത് വൃത്തിയിൽ വരക്കാം. ഇത് മൈക്രോസ്കോപ്പ് ലാബിൽ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട സ്ലൈഡാണ്. ബ്രെഡ് മൗൾഡ് എന്ന് പറയുന്ന റൈസോപ്പസിന്റെ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഒരുപാട് മെത്തേഡ്സ് പഠിച്ചു. സ്പോർ പഠിച്ചു, കൊണീഡിയ പഠിച്ചു, ഒരുപാട് മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. റൈസോപ്പസിലെ സ്പോർ ആണ്. ഇതിന്റെ ഉള്ളിൽ ചെറിയ സ്പോർസ് ഉണ്ടാവും. ആ സ്പോർ ആണ് നമ്മൾ എസെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ. കഴിഞ്ഞ ക്യാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. എസെക്ഷൽ റീപ്രൊഡക്ഷൻ പറയുമ്പോഴും പറഞ്ഞു സ്പോർ ഉണ്ടാവും. സ്പൊറാഞ്ചിയ, ഈ ബലൂൺ ലൈക്ക് സ്ട്രക്ചർ നമ്മൾ സ്പൊറാഞ്ചിയ എന്ന് പറയും. സ്പൊറാഞ്ചിയക്കുള്ളിലാണ് സ്പോർ ഉണ്ടാവുന്നത്. അപ്പോ ഈ ഡയഗ്രം നന്നായിട്ട് വരക്കാം. വരച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ പറയുന്ന 8 ഐഡന്റിഫിക്കേഷൻ നോട്ട്സും എഴുതിയാൽ ഈ ഡയഗ്രം കംപ്ലീറ്റ് ചെയ്യും. ഇനി അടുത്ത ഡയഗ്രം വരുന്നത് കൃത്യമായിട്ട് റെക്കോർഡും നോട്ടും ടെക്സ്റ്റും കയ്യിലുണ്ടാവണം. തേർഡ് ഡയഗ്രം, അടുത്ത ഡയഗ്രം വരുന്നത് സ്പൈറോഗൈറ വെജിറ്റേറ്റീവ് ഫിലമെന്റ് ആണ്. സ്പൈറോഗൈറ വെജിറ്റേറ്റീവ് ഫിലമെന്റ്. നിങ്ങളെ എഴുതുമ്പോൾ കംപ്ലീറ്റ് എഴുതാൻ സ്ഥലമില്ലാത്തത് എഴുതാത്താണ്. സ്പൈറോഗൈറ വെജിറ്റേറ്റീവ് ഫിലമെന്റ്. ആ ഫിഗർ വരുന്നത് ഫിഗർ നമ്പർ 32 ആണ്. സ്പൈറോഗൈറ വെജിറ്റേറ്റീവ് ഫിലമെന്റ് ഈ ഫിഗറാണ് വരുന്നത്. നല്ല വൃത്തിയിൽ വരക്കാം. സ്പൈറോഗൈറ വരച്ചിട്ട് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതുക. ഐഡന്റിഫിക്കേഷനും റീസണും എഴുതുക ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ ഇറക്കി ലെഫ്റ്റ് സൈഡിൽ നോട്ട്സ് എഴുതുക. 8 പോയിന്റ് എഴുതാനുണ്ട് നോട്ട്സ് ആയിട്ട്. ഐഡന്റിഫിക്കേഷൻ 1 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇനി സ്പൈറോഗൈറ അറിയാം. ഇത് തേർഡ് ഡയഗ്രാം ആണ് നമ്മുടെ സിലബസിലുള്ളത്. സ്പൈറോഗൈറ വെജിറ്റേറ്റീവ് ഫിലമെന്റ് ആണ്. അറിയാം സ്പൈറോഗൈറ ഒരു പ്രത്യേകത, അത് ആൽഗയാണ്. ആൽഗ തന്നെ നമ്മൾ 3 ഗ്രൂപ്പ് പഠിച്ചു. ബ്രൗൺ ആൽഗ, റെഡ് ആൽഗ, ഗ്രീൻ ആൽഗ എന്നുള്ള 3 ഗ്രൂപ്പ് പഠിച്ചു. അതിൽ ഗ്രീൻ ആൽഗ വളരെ കോമൺ ആയ നമ്മളെ പുഴയിലൊക്കെ കാണുന്ന, പോണ്ടിലൊക്കെ കാണുന്ന ഒരു ഹെയർ ലൈക്ക് സ്ട്രക്ചർ ആണ് സ്പൈറോഗൈറ എന്ന് പറഞ്ഞു. അതിന്റെ പേര് തന്നെ സ്പൈറോഗൈറ. സ്പൈറൽ ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റ് ഉള്ള ആൽഗയാണ് സ്പൈറോഗൈറ. അതുകൊണ്ടാണ് റിബൺ ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ സ്പ്രിംഗ് ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റ് ഉള്ള ഓർഗാനിസം ആണ്, ആൽഗയാണ് സ്പൈറോഗൈറ. അതിന്റെ വെജിറ്റേറ്റീവ് ഫിലമെന്റ് ആണ്. നമ്മൾ ഫസ്റ്റ് ഇയർ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ താലസ് ഓർഗനൈസേഷൻ ആൽഗെ പറഞ്ഞിരുന്നു. യൂണിസെല്ലുലാർ, കൊളോണിയൽ, ഫിലമെന്റസ്. ഇതാണ് ഫിലമെന്റ്. ചെയിൻ ഓഫ് സെൽ ഈസ് കോൾഡ് ഫിലമെന്റസ്. ആ ഫിലമെന്റില് അതിൽ സ്പ്രിംഗ് ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റ്, ഓരോന്നിലും ഇങ്ങനെ സ്പൈറൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവും. സ്പ്രിംഗ് ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റ്, ഒന്നല്ല 2 എണ്ണം സ്പൈറൽ ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവും. അതിന് സ്പൈറോഗൈറ എന്ന് പറയും. അത് ഫിലമെന്റ് ആണ്. നല്ല ഗ്രീൻ കളർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും മൈക്രോസ്കോപ്പില്. അതേപോലെ ഐഡന്റിഫൈ ചെയ്യാം. സ്പൈറൽ ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റ് ഉള്ള ആൽഗയാണ്. ഇത് ഫ്രഷ് വാട്ടർ ആൽഗയാണ്. പോണ്ടിൽ കാണുന്ന ആൽഗയാണ്. ചെയിൻ ഓഫ് സെൽ ഈസ് കോൾഡ് ഫിലമെന്റ്. എനിക്ക് ബാക്കിയുള്ള കാര്യം നമുക്ക് മൈക്രോസ്കോപ്പിൽ നമുക്ക് സ്ലൈഡ് ഞാൻ കാണിച്ചു തരാം. ലെഫ്റ്റ് സൈഡിൽ ഇതിന്റെ നോട്ട്സ് എഴുതാം. ഇതാണ് തേർഡ് ഡയഗ്രം. മൈക്രോസ്കോപ്പ് കൂട്ടിയാല് 4 ഡയഗ്രായി. മൈക്രോസ്കോപ്പ് കൂട്ടാതെ ഞാൻ പറഞ്ഞത് തേർഡ് ഡയഗ്രം എന്ന് പറയുന്നു. ഇനി അടുത്തത് അടുത്ത പേജിൽ 4th ഡയഗ്രാം അല്ലെങ്കിൽ 5th പേജില് 4th ഡയഗ്രാമിൽ വരുന്നത് നെഫ്രോലെപ്പിസിന്റെ പ്രോതാലസ് ആണ്. നെഫ്രോലെപ്പിസ് അതിനു മുമ്പ് വരുന്നത് അല്ല, അതിനു മുമ്പ് വരുന്നത് ഫ്യൂണേറിയ പ്രോട്ടോനീമ. ഫ്യൂണേറിയ പ്രോട്ടോനീമ നമ്മുടെ 4ാമത്തെ ഡയഗ്രാണ്. മൈക്രോസ്കോപ്പ് കൂട്ടുമ്പോൾ 5ാമത്തെ ഡയഗ്രായി. 4ാമത്തെ ഡയഗ്രാണ് ഫ്യൂണേറിയ പ്രോട്ടോനീമ. ആ ഫിഗർ നമ്പർ 34 ആണ്. 34 ഫിഗർ ആണ് ഫ്യൂണേറിയ പ്രോട്ടോനീമ. ഇതാണ് ഡയഗ്രാം. ഫ്യൂണേറിയ പ്രോട്ടോനീമയുടെ ഡയഗ്രാണ്. വരയ്ക്കാൻ ഈസിയാണ്. അപ്പൊ അതിന്റെ ഡയഗ്രാം വരച്ച് ലെഫ്റ്റ് സൈഡിൽ ഐഡന്റിഫിക്കേഷനും റീസണും എഴുതുക. ഇനി ഫ്യൂണേറിയ ഏത് ഗ്രൂപ്പിൽ വരുന്നത് അറിയാം. നമ്മൾ പഠിച്ചതാണ്. ഫ്യൂണേറിയ എന്നുള്ളത് ബ്രയോഫൈറ്റ്സിന്റെ ഗ്രൂപ്പിൽ വരുന്നതാണ്. ബ്രയോഫൈറ്റ്സ് നമ്മൾ 2ആയി ഡിവൈഡ് ചെയ്തു. നമ്മൾ ലിവർ ബേർഡ്സും മോസസും പറഞ്ഞു. ലിവർ ബേർഡ്സ് ആർ പ്രിമിറ്റീവ് ബ്രയോഫൈറ്റ്സ്
ആൻഡ് മോസസ് ആർ സംവാട്ട് അഡ്വാൻസ്ഡ് ബ്രിയോഫൈറ്റ്. അപ്പൊ മോസിൽ വരുന്ന നമ്മൾ സാധാരണ കാണുന്ന മോസാണ്, മോസ് പ്ലാന്റ് ആണ്. നിങ്ങൾ ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും, ഇങ്ങനെ വരച്ച് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു ഡയഗ്രം നമ്മളൊരു മെറ്റീരിയൽ അറിയാൻ നിങ്ങൾ മഴക്കാലത്ത് വരുന്നതാണ് ഇങ്ങനെ സാധനം നമ്മൾ പറഞ്ഞു തന്നതാണ് മോസ് പ്ലാന്റ്. മോസ് പ്ലാന്റിന്റെ സയന്റിഫിക് നെയിമാണ് ഫ്യൂണേറിയ എന്ന് പറയുന്നത്, ഫ്യൂണേറിയ ഹൈഗ്രോമെട്രിക്ക, അതാണ് സയന്റിഫിക് നെയിം. അതിന്റെ ഫ്യൂണേറിയന്റെ പ്രോട്ടോനീമയാണ് സ്ലൈഡായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാനുള്ളത്. സ്ലൈഡാണത്. അതെങ്ങനെ ഉണ്ടാവും അറിയാം, അതിന്റെ ലൈഫ് സൈക്കിൾ മുഴുവൻ പഠിച്ചതാണ്. ഗ്യാമറ്റോഫൈറ്റ് വിത്ത് സ്പോറോഫൈറ്റ് ഒക്കെ പഠിച്ചതാണ്. ഇനി ഈ മോസ് പ്ലാന്റിന്റെ ഫുണേറിയന്റെ ക്യാപ്സ്യൂളിനുള്ളിൽ, ക്യാപ്സ്യൂളാണ് നമുക്കറിയാം, ക്യാപ്സ്യൂൾ. ആ ക്യാപ്സ്യൂളിന്റെ ഉള്ളിലാണ് സ്പോർ ഉണ്ടാവല്. സ്പോർ വന്ന് സ്പോർ അറിയാം, ബ്രൗൺ കളർ സ്ട്രക്ചർ ഇങ്ങനെ മേലെ ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് നോക്കിയതാണ്. ആ അതിൻ്റെ ഉള്ളിൽ സ്പോർ ഉണ്ടാവും. സ്പോർ വീണാൽ, ഇതാണ് സ്പോർ, ഒരുപാട് സ്പോർ വീണാൽ സ്പോർ ജെർമിനേറ്റ് ഇൻടു എ ട്യൂബലൈറ്റ് സ്ട്രക്ചർ, ഇങ്ങനെയുള്ള സ്ട്രക്ചർ ഉണ്ടാവും. അത് നമ്മൾ പ്രോട്ടോനീമ എന്ന് പറയുന്നു. ആ പ്രോട്ടോനീമയാണ് ആ ഡയഗ്രത്തിൽ കാണിച്ചത്. പ്രോട്ടോനീമക്ക് താഴത്തോട്ട് വി ഹാവ് റൈസോയിഡ്സ് ഉണ്ടാവും, ഇങ്ങനെ റൈസോയിഡ്സ് ഉണ്ടാവും. മുകളിലോട്ട് ബഡ് ഉണ്ടാവും, ഇങ്ങനെ ബഡ് ഉണ്ടാവും. ഈ ഭാഗത്ത് റൈസോയിഡ് ഉണ്ടാവും. ഈ ബഡാണ് വളർന്നിട്ട് മോസ് പ്ലാന്റ് ആവുന്നത്. ബഡ് വളർന്നിട്ടാണ് മോസ് പ്ലാന്റ് ആവുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള tubular branched structure produced by the germination of spore is called protonema. ഇതും മൈക്രോസ്കോപ്പിൽ കാണുന്നതാണ്. ഇപ്പൊ മഴക്കാലത്ത് മണ്ണിൽ ഉണ്ടാവുന്ന സാധനമാണ്. ഇപ്പൊ പ്രോട്ടോനീമ ആയിട്ടുണ്ടാവും. പ്രോട്ടോനീമയുടെ ബണ്ടാണ് ഇങ്ങനെ വളർന്നിട്ട് മോസ് പ്ലാന്റ് ആവുന്നത്. ഇതാണ് നമുക്ക് സ്ലൈഡ് കാണുന്നത്. അതുകൊണ്ട് ഫ്യൂണേറിയന്റെ പ്രോട്ടോനീമ ഇതാണ്. അപ്പൊ റൈറ്റ് സൈഡിൽ ഡയഗ്രം വരക്കാം, ലെഫ്റ്റ് സൈഡിൽ ഐഡന്റിഫിക്കേഷനും ഒരു 6 പോയിന്റ് നോട്ടും ഉണ്ട്, അത് എഴുതിയിട്ട് ഭംഗിയിൽ കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഫ്യൂണേറിയ, പ്രോട്ടോനീമ, ഇതൊക്കെ സ്ലൈഡ് ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമുള്ളൂ. ആ സമയത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ എളുപ്പത്തിൽ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നത്. വരക്കാനും സൗകര്യമാണ്. നിങ്ങളത് വരച്ചിട്ട് കംപ്ലീറ്റ് ആവണം, ആ പേജസ് ഒക്കെ കംപ്ലീറ്റ് ആവണം. ഇനി അടുത്ത ഡയഗ്രാം വരുന്നത്, 5th ഡയഗ്രാമായിട്ട് വരുന്നത് നെഫ്രോലെപ്പിസ് പ്രോതാലസ് ആണ്. നെഫ്രോലെപ്പിസ് പ്രോതാലസ്, PROTHALLUS, നെഫ്രോലെപ്പിസ് പ്രോതാലസ് ആണ് അടുത്ത ഫിഗർ വരുന്നത്. അത് ഫിഗർ നമ്പർ 37 ആണ്. 37 ആണ് നെഫ്രോലെപ്പിസ് പ്രോതാലസ്. ഇതാണ് ചെറിയ ഡയഗ്രാമാണ്. അത് വരയ്ക്കുക. വരച്ചിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഐഡന്റിഫിക്കേഷനും റീസൺ എഴുതുക. ഐഡന്റിഫിക്കേഷൻ ഒരു പോയിന്റ്, റീസൺ 6 പോയിന്റും കൂടെ എഴുതുക. ഇനി നെഫ്രോലെപ്പിസിന്റെ പ്രോതാലസ്, ഇതറിയാം. നെഫ്രോലെപ്പിസ് എന്ന് പറഞ്ഞാൽ അടുത്ത ഗ്രൂപ്പ് ബ്രയോഫൈറ്റ്സ് കഴിഞ്ഞ് നമ്മൾ ടെറഡോഫൈറ്റ്സിലെത്തി. ടെറഡോഫൈറ്റ്സിലാണ് നമ്മൾ നെഫ്രോലെപ്പിസ് വരുന്നത്. ആ നെഫ്രോലെപ്പിസിന്റെ പ്രോതാലസ് ഫസ്റ്റ് പഠിച്ചിരുന്നു. അതിന്റെ കൂടെ ഒരു ലീഫ് ഉണ്ടാവും. നമ്മള് സ്പോർ പ്രൊഡ്യൂസിംഗ് ലീഫ്സ് ആണ് നമ്മൾ സ്പോറോഫിൽ എന്ന് പറഞ്ഞു. ഇങ്ങനെ സ്പോറോഫിൽ ഉണ്ടാവും. സ്പോറോഫിലിന്റെ അടിയില്, സ്പോറോഫിലിന്റെ ലോവർ സൈഡില് നമുക്ക് ഗ്രൂപ്പ് ഓഫ് സ്പൊറാഞ്ചിയ ഉണ്ടാവും. നമ്മൾ അതിന് സോറസ് എന്ന് പറഞ്ഞു. ഇതൊക്കെ സോറസ് ആണ്. ഇതിന്റെ അടിയിൽ ഡോട്ട് ഉണ്ടാവും, സോറസ് ഉണ്ടാവും, സ്പൊറാഞ്ചിയ ഉണ്ടാവും, സ്പോർ ഉണ്ടാവും. ആ സ്പോർ മണ്ണിൽ വീണാല് ജെർമിനേറ്റ് ചെയ്യും. ജെർമിനേറ്റ് ചെയ്തിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് സ്ട്രക്ചർ ഉണ്ടാവും. ഇങ്ങനെയുള്ള സ്ട്രക്ചർ ഉണ്ടാവും. ആ ഹാർട്ട് ഷേപ്പ് സ്ട്രക്ചർ ആണ്, ഈ ഷേപ്പാണ് പ്രോതാലസ് എന്ന് പറയുന്നത്. പ്രോതാലസ് ഇങ്ങനെ ഉണ്ടാവില്ല. ഫസ്റ്റ് ഇയർ ഞാൻ വരച്ച് പഠിപ്പിച്ചതാണ് പ്രോതാലസ് എന്ന് പറഞ്ഞാല്. ഇതാണ് പ്രോതാലസ്. ഈ പ്രോതാലസ് ഇത് ഗാമറ്റോഫൈറ്റ് ആണ്. എറോഡോഫൈറ്റ്സിന്റെ ഗാമറ്റോഫൈറ്റ് ആണ് പ്രോതാലസ് എന്ന് പറഞ്ഞാൽ അറിയാം. ഗാമേറ്റ് പ്രൊഡ്യൂസിംഗ് സ്ട്രക്ചർ ഈസ് കോൾഡ് ഗാമറ്റോഫൈറ്റ്. ഈ ഇത് പറഞ്ഞു, ദിസ് ഈസ് കോൾഡ് പ്രോതാലസ്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഹാർട്ട് ഷേപ്ഡ് മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ജെർമിനേഷൻ ഓഫ് സ്പോർ ഇൻ ടെറഡോഫൈറ്റ്സ്. ഇനി ഒരു ഗ്രീൻ ആണ്, ഹാർട്ട് ഷേപ്ഡ് ആണ്, ഗ്രീൻ ആണ്, ഹാർട്ട് ഷേപ്ഡ് ആണ്, മൾട്ടി സെല്ലുലാർ ആണ്. ഇനി അതിന് റൈസോയിഡ്സ് ഉണ്ടാവും. ഗ്രീൻ ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലോറോഫിൽ ഉണ്ട്, ഗ്രീൻ ആണ്. റൈസോയിഡ്സ് ഉണ്ട്, ഇതിന് റൈസോയിഡ് എന്ന് പറയും. റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് കോൾഡ് റൈസോയിഡ്സ്. ഇത് ഗ്രീൻ ആണ്, ഇത് ഫോട്ടോസിന്തറ്റിക് ആണ്. ഇത് ഗാമറ്റോഫൈറ്റ് ആണ്. ഇത് ഗാമേറ്റ് പ്രൊഡ്യൂസിംഗ് പ്ലാന്റ് ആണ് അല്ലെങ്കിൽ സ്ട്രക്ചർ ആണ്. ദാറ്റ്സ് കോൾഡ് ആസ് ഗാമറ്റോഫൈറ്റ്. ഇനി ഈ ഗാമറ്റോഫൈറ്റിലാണ് ആന്റിറേഡിയ ആർച്ചിഗോണിയ ഉണ്ടാവല്. ഈ ഭാഗത്ത് ആന്റിറേഡിയ ഉണ്ടാവും. മെയിൽ റിപ്രഡക്റ്റീവ് ആർ കോൾഡ് ആന്റിറേഡിയ ആൻഡ് ഫീമെയിൽ സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് ആർക്കിഗോണിയ. ഫസ്റ്റ് ഇയർ നോട്ടിലുണ്ട്. ഈ ഡയഗ്രാം ക്ലിയർ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ നോട്ട്സിലുള്ള ഡയഗ്രാം വരക്കാം. ഇത് ആന്റിറേഡിയ ആണ്, ഇത് ആർക്കിഗോണിയ ആണ്. യു നോ ദാറ്റ് ആന്റിറേഡിയ ആർ ദ മെയിൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ആർക്കിഗോണിയ ആർ ദ ഫീമെയിൽ സ്ട്രക്ചേഴ്സ്. എന്നിട്ട് ആന്റിറേഡിയൽ മെയിൽ ഗാമേറ്റ്സ് ഉണ്ടാവും. മെയിൽ ഗാമേറ്റ്സ് ആർ സ്പൈറലി കോയിൽഡ് ആൻഡ് മൾട്ടിസിലിയേറ്റഡ്. ബ്രയോഫൈറ്റ്സിലാകുമ്പോൾ ബൈസിലിയേറ്റഡ് ആണ്. മൾട്ടിസിലിയേറ്റഡ് ഗാമേറ്റ്സ് ഉണ്ടാവും. ആ ഗാമേറ്റ്സ് മല്ലേ റെയിൻ വാട്ടറിന്റെ മഴക്കാലത്താണ് നടക്കുന്നതിന് വന്ന് ഇതിനുള്ളിൽ വന്നിട്ട് ആർക്കിഗോണിക്കുള്ളിലേക്ക് വന്നിട്ട് ജോയിൻ ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് വീണ്ടും ഒരു പ്ലാന്റ് ആവും. ഇങ്ങനെ വീണ്ടും ഒരു പ്ലാന്റിലായിട്ട് അതൊക്കെ ആയിത്തീരും.
ഇതാണ് പ്രോതാലസ്. ഈ 5 എണ്ണം പറഞ്ഞു. ഓസിറ്റോറിയ ഫിലമെന്റ്, റൈസോപ്പസ് സെക്സ്വൽ റീപ്രൊഡക്ഷൻ, സ്പൈറോഗേറ വെജിറ്റേറ്റീവ് ഫിലമെന്റ്, ഫുണേറിയ പ്രോട്ടോണിമ, നെഫ്രോലെപ്പിസ് പ്രോതാലസ്. 5 എണ്ണമാണ് മൈക്രോസ്കോപ്പിക് സ്ലൈഡ്സ് കാണാനുള്ളത് നമുക്ക്. ഈ 5 എണ്ണം എക്സാമിനേഷനും ചോദിക്കുള്ളൂ. അപ്പൊ ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ തന്നു കഴിഞ്ഞു. ഇനി ക്ലാസ് തുടങ്ങിയ ശേഷം നമുക്ക് പെട്ടെന്ന് കണ്ടുപോവാം. ഞാൻ റൈറ്റ് സൈഡിൽ ഡയഗ്രാം വരക്കാൻ പറഞ്ഞു, ലെഫ്റ്റ് സൈഡിൽ നോട്ട്സ് എഴുതാൻ പറഞ്ഞു. മൈക്രോസ്കോപ്പിന് മാത്രം നോട്ട്സ് ഇല്ല, ഡയഗ്രാം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള 5 എണ്ണത്തിനും ഇനിയുള്ളതിനും റൈറ്റ് സൈഡിൽ ഡയഗ്രാം വരക്കാം. രണ്ടിനും ബോർഡർ എഴുതണം. ബോർഡർ എഴുതി വരച്ചിട്ടുണ്ടാവുന്നതിന്റെ വരക്കാൻ പാടുള്ളൂ. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ബോർഡർ വേണം, പെൻസിൽ കൊണ്ട് വരക്കണം. സോ ദിസ് ഇസ് ദ ഫിഫ്ത്ത് ഡയഗ്രാം. Then comes the 6th one. ഇനി മാക്രോസ്കോപ്പ് ആണ് നമുക്ക് കാണാൻ പറ്റുന്ന, മൈക്രോസ്കോപ്പ് ഇല്ലാതെ കാണാൻ പറ്റുന്ന സ്ട്രക്ചറിലാണ് മാക്രോസ്കോപ്പിക് എന്ന് പറയുന്നത്. ഇനി അടുത്ത വരുന്ന സിക്സ്ത് ഡയഗ്രാം അഗാരിക്കസ് ബെസിലിയോകാർപ്പ്. അഗാരിക്കസ് ബെസിലിയോകാർപ്പ്. 6th ഡയഗ്രാം അഗാരിക്കസ് ബെസിലിയോകാർപ്പ്. അഗാരിക്കസ് ബെസിലിയോകാർപ്പ് ഫിഗർ നമ്പർ 30 ആണ്. ഫിഗർ നമ്പർ 30 ആണ്. ഓർഡർ അത്ര കറക്റ്റ് ഇല്ല, അതുകൊണ്ടാണ്. ഫിഗർ നമ്പർ 30 ആവുമ്പോ ഇതാണ് ഡയഗ്രാം അഗാരിക്കസിന്റെ ബെസിലിയോകാർപ്പ്. റൈറ്റ് സൈഡിൽ ഡയഗ്രാം വരക്കാം, ലെഫ്റ്റ് സൈഡിൽ ഐഡന്റിഫിക്കേഷനും റീസണും എഴുതുക. റീസൺ 7 പോയിന്റ് ആണ്. അഗാരിക്കസ് അറിയാം, നമ്മുടെ ഫംഗസ് ആണ്. കിങ്ഡം ഫഞ്ചയിലേക്ക് വീണ്ടും വന്നു. അത് ബസീഡിയോമൈസീറ്റസ് വരുന്ന ഗ്രൂപ്പിലാണ്. ബെസിലിയോകാർപ്പ് നമ്മൾ കോമൺ ആയി, അഗാരിക്കസ് സയന്റിഫിക് നെയിമാണ്, നമ്മൾ കോമൺ ആയിട്ട് അതിന് മഷ്റൂം എന്ന് പറയും. അറിയാം, നമ്മൾ വരച്ചതാണ്. ഇത് ബെസിലിയോകാർപ്പ് ആണ്. ഫ്രൂട്ടിംഗ് ബോഡി നമ്മൾ ബെസിലിയോകാർപ്പ് എന്ന് പറയും. ഇതാണ് നമ്മളെ പറയുന്ന അഗാരിക്കസ് എന്ന് പറയുന്ന സാധനം. ഇതിന് ഒരു കാപ്ലൈക് സ്ട്രക്ചർ ഉണ്ടാവും. ആ കാപ്ലൈക് സ്ട്രക്ചറിന്റെ ഒരു പൈലസ് സ്റ്റൈപ്പ് എന്ന് പറഞ്ഞ ഒരു STIPE സ്റ്റൈപ്പ് എന്നുള്ള ഒരു സ്റ്റാഫ് ഉണ്ട്. ഇതിന് പൈലിയസ് എന്ന് പറയും. പൈലിയസ് സ്റ്റൈപ്പ് എന്ന് പറഞ്ഞ 2 പാർട്ട് ഉണ്ട്. ഇതിന്റെ ഫ്രൂട്ടിംഗ് ബോഡിയാണ്. നമ്മൾ മഷ്റൂം എന്ന് പറയുന്ന ഫുഡായിട്ട് ഉപയോഗിക്കുന്നത്. മഷ്റൂമിൽ ഒരുപാട് പ്രോട്ടീൻ കണ്ടന്റ് ഒക്കെ ഉണ്ട്. നമ്മൾ മഷ്റൂം കൾച്ചർ ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് തന്നെ അതിന് ഒരുപാട് മെത്തേഡ്സ് തരുന്നുണ്ട്. CPCRലൊക്കെ മഷ്റൂം കൾച്ചർ ഉണ്ട്. മഷ്റൂം കണ്ടെയ്ൻസ് ലാർജ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ. സോ അത് ഫുഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ ബെസിലിയോകാർപ്പ് ഫ്രൂട്ടിംഗ് ബോഡിയാണ്, ഫ്രൂട്ട് ആണ്. ഇതിനുള്ളിലാണ് ബെസീഡിയം ഒക്കെ ഉണ്ട്. ബെസീഡിയം സ്പോർ ഒക്കെ പഠിച്ചതാണ്. ഇതിനുള്ളിലാണ് ബെസീഡിയം സ്പോർ ഉണ്ടാകുന്നത്. അപ്പൊ ഇത് അഗാരിക്കസിന്റെ കണ്ടാൽ അറിയുന്ന സാധനമാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കോമണായിട്ട് അറിയുന്നതാണ്. നമുക്ക് ലാബിൽ വന്ന മെറ്റീരിയൽ കാണും. നമുക്ക് മൈക്രോസ്കോപ്പ് ആവശ്യമില്ല. ഇത് ബെസിലിയോകാർപ്പാണ്. ഇതിന്റെ ഒരു സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചറും ഒരു ക്യാപ് ലൈക്ക് സ്ട്രക്ചറും അംബ്രല ലൈക്ക് സ്ട്രക്ചറാണ്. വെളുത്തതാണ്. സാധാരണ നോർമലായിട്ടും അറിയാം. ഫംഗസ് നോൺ ഗ്രീൻ പ്ലാന്റ്സ് ആണ്. ഗ്രീൻ അല്ലാത്ത കളർ ഉണ്ട്. ഇതിന്റെ കളർ അഗാരിക്കസ് ചിലപ്പോൾ വൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്രീം കളർ ആയിരിക്കാം. പല കളർ അവൈലബിൾ ആണ്. ഇനിഹാവ് ഇതാണ് അഗാരിക്കസിന്റെ ബെസിലിയോകാർപ്പ് എന്നുള്ള ആ ഡയഗ്രാം വരക്കേണ്ടത്. ഓക്കെ, then comes the next diagram. നെക്സ്റ്റ് വരുന്നത് സർഗാസം താലസ് ആണ്. 7th ഡയഗ്രാം. വീണ്ടും സർഗാസത്തിലേക്ക് ആൽഗയിലേക്ക് പോകുന്നു. സർഗാസം താലസ് ആണ്. ഹെഡിങ് തന്നെ എഴുതി തരുന്നതിനാണ്. ഹെഡിങ് തെറ്റിക്കരുത്. ഈ ഹെഡിങ് തന്നെ നിങ്ങൾ എഴുതണം. അതിനാണ് ഹെഡിങ് വരുന്നത്. എക്സാമിന് എഴുതേണ്ട പേരാണ്. അതുകൊണ്ട് ഹെഡിങ് ഞാൻ എഴുതി തരുന്നതുകൊണ്ടാണ്. സർഗാസം എഴുതിയാൽ സർഗാസം താലസ് എഴുതണം. അത് ഫിഗർ നമ്പർ 33 ആണ്. 33 ഫിഗർ ആണ്. ഫിഗർ പേജ് അല്ല, ഫിഗർ ആണ് 33. സർഗാസം താലസ്. നിങ്ങളെ 33 ഇതാണ് സർഗാസം. സർഗാസത്തിൽ ഐഡന്റിഫിക്കേഷൻ എഴുതുക, റീസൺ എഴുതുക. ഒരു 7ഓളം പോയിന്റ് ലെഫ്റ്റ് സൈഡിൽ എഴുതുക, ഡയഗ്രാം വരക്കുക. ഇത് മെറ്റീരിയൽ ഞാൻ ലാബിൽ കാണിച്ചു തരാം. എന്താ സർഗാസിന്റെ പ്രത്യേകത? സർഗാസം ഒരു ആൽഗയാണ്. ആൽഗയിലേക്ക് വീണ്ടും പോകുന്നു. ആൽഗ നമ്മള് ഗ്രീൻ ആൽഗ, ബ്രൗൺ ആൽഗ, റെഡ് ആൽഗ എന്ന് 3 ഗ്രൂപ്പായി തിരിച്ചു. അതില് അറിയാം ബ്രൗൺ ആൽഗയ്ക്ക് എക്സാമ്പിൾ ആണ് സർഗാസം. സർഗാസിന്റെ പ്രത്യേകത അതിന് ലാർജസ്റ്റ് ആൽഗയാണ്. 200 മീറ്ററോളം ലെങ്ത്തിൽ വളരുന്ന ആൽഗയാണ്. സർഗാസോസി അറ്റ്ലാന്റിക് ഓഷ്യനിൽ തന്നെ ഒരു ഏറ്റവും കോൾഡസ്റ്റ് ആയ ഒരു പാർട്ടാണ് സർഗാസോസി. സർഗാസം കൂടുതൽ വളരുന്ന രീതിയിലാണ് സർഗാസോസി. അത് ഷിപ്പിന് പോകാൻ പറ്റാത്ത രീതിയിലാണ് സർഗാസം വളരുന്നത്. കോൾഡ് വാട്ടറിലാണ്. അത് ബ്രൗൺ ആൽഗയാണ്. ബ്രൗൺ കളറാണ്. അറിയാം, പിഗ്മെന്റ്സ് അറിയാം. ഗ്ലൂക്കോസാൻഡിൻ എന്നുള്ള പിഗ്മെന്റ് ഉണ്ട്. ബ്രൗൺ ആൽഗ അതുകൊണ്ടാണ് ബ്രൗൺ കളർ. ക്ലോറോഫിൽ എയും സി ഒക്കെ ഉണ്ട്. അതിന്റെ താലസ് വലിയ താലസ് ആണ്. അതിന് സ്റ്റെമ്മ് പോലുള്ള വലിയൊരു പാർട്ട് ഉണ്ടാവും. സ്റ്റെമ്മല്ല, സ്റ്റെമ്മ് പാടില്ല. അതിന് ഇങ്ങനെ ലീഫ് പോലുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. അതിന് പ്രൈമറി ലാറ്റർ എന്നൊക്കെ പറയും. അതുകൊണ്ട് പ്രൈമറി ലാറ്റർ എന്ന് പറയും. അതില് അങ്ങനെയുള്ള ലീഫൊക്കെ ഉണ്ട്. വലിയ ആൽഗയാണ്. ലീഫ് ലൈക്ക്, ലീഫല്ല, ലീഫ് പോലുള്ള നമ്മൾ പറ്റു സ്റ്റൈപ്പ്, ലാമിന എന്നൊക്കെ പറയും. ലീഫിന് പകരം ലാമിന എന്ന് പറയും. സ്റ്റെമ്മിന് പകരം സ്റ്റൈപ്പ് എന്ന് പറയും.
റൂട്ടിന് പകരം ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയും. ഇതൊക്കെ റോക്കിന്റെ മേലെ അറ്റാച്ച് ചെയ്യുന്ന ആൽഗയാണ്. അത് വലിയ ആൽഗയാണ്, 200 മീറ്റർ ഒക്കെ ലെങ്ത്തിൽ വളരുന്ന ആൽഗയാണ്. അപ്പൊ അതിന് നല്ല വെയിറ്റ് ഉണ്ടാവും. ആ വെയിറ്റ് ഉണ്ടാവുമ്പോൾ വെള്ളത്തിൽ സിങ്ക് ആവാതിരിക്കാൻ അതിൽ എയർ ബ്ലാഡേഴ്സ് ഉണ്ടാവും. ഇങ്ങനെ എയർ ബ്ലാഡേഴ്സ് ഉണ്ടാവും. എയർ ഫിൽഡ് ബ്ലാഡേഴ്സ് ആണ്. എയർ ബ്ലാഡർ ഉണ്ടാവും, കാണിച്ചു തരാം. എയർ ബ്ലാഡറിൽ വെള്ളത്തിൽ ഫ്ലൂട്ട് ചെയ്യാൻ, അതിനെ ബോയൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് താണു പോവാതിരിക്കാൻ അതിന് എയർ ബ്ലാഡർ കൂടി ഉണ്ടാവും. ബ്രൗൺ ആൽഗയാണ്, കണ്ടാൽ മനസ്സിലാവും ബ്രൗൺ കളറാണ്. ലീഫോ സ്റ്റെമോ ഒന്നുമില്ല, ടൈപ്പ് ലാമിനയ്ക്കുള്ള ബ്രൗൺ ആൽഗ. എയർ ബ്ലാഡേഴ്സ് പ്രത്യേകതയാണ് ഇതിന്റെ. ഇതാണ് സർഗാസ്പെന്റെ ഡയഗ്രാം. വരച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ നോട്ട്സ് എഴുതാം. അടുത്ത ഫിഗറായി വരുന്നത് ഫ്യൂണേറിയ ഗാമറ്റ്, 8th ഫിഗർ ആണ്. ഫ്യൂണേറിയ gametophyte with sporophyte. നെക്സ്റ്റ് ഡയഗ്രം ആണ് ഫ്യൂണേറിയ ഗാമറ്റോഫൈറ്റ് വിത്ത് സ്പോറോഫൈറ്റ്. ഫ്യൂണേറിയ വീണ്ടും ബ്രയോഫൈറ്റ് ആണ്. ഫിഗർ നമ്പർ നമുക്ക് വരുന്നത് 35 ആണ്. ഫിഗർ നമ്പർ ആയി വരുന്നത് ഫ്യൂണേറിയ ഗാമറ്റോഫൈറ്റ് വിത്ത് സ്പോറോഫൈറ്റ്. മോസ് പ്ലാന്റ് ആണ്. ആദ്യം വീണ്ടും ബ്രയോഫൈറ്റ്, മോസ് പ്ലാന്റ് അറിയാം. ഗാമറ്റോഫൈറ്റ് വിത്ത് സ്പോറോഫൈറ്റ്. ഈ മോസ് പ്ലാന്റ് നമ്മുടെ പ്രോട്ടോണിയമയിൽ നിന്നാണ് ബഡ് വളർന്നിട്ട് ഒരു ഗാമറ്റോഫൈറ്റ്, ഗാമീൻ പ്രൊഡ്യൂസിംഗ് സ്ട്രക്ചർ ഈസ് കോൾഡ് ഗാമറ്റോഫൈറ്റ്. ഇതാണ് ഗാമറ്റോഫൈറ്റ്. അതിന് 3 പാർട്ട് നിങ്ങൾക്ക് അറിയാം. ഇതിന് റൈസോയിഡ് എന്ന് പറയും. റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആർ റൈസോയിഡ്. സ്റ്റം വിത്ത് സിംഗിൾ ഇൻവേർട്ടഡ് കോമ, സ്കെയിൽ ലീവ്സ്, 3 പാർട്ട് ഉണ്ടാവും. ഇത് ഗാമറ്റോഫൈറ്റ്, ഗാമീൻ പ്രൊഡ്യൂസിംഗ് സ്ട്രക്ചർ ആണ്. ഇതിലാണ് ആന്റിറേഡിയ ആർട്ടിഗോണിയൊക്കെ ഉണ്ടായിട്ട് സൈഗോട്ട് ഉണ്ടായിട്ട് അതിന്റെ മേലെ ഇത് ഗാമറ്റോഫൈറ്റ്. ഈ പാർട്ടി ഗാമറ്റോഫൈറ്റ്. അതിന്റെ മേലെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും ഇങ്ങനെ. സ്ട്രക്ചർ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരച്ചു തന്നതാണ്. സ്പോറോഫൈറ്റ് ഉണ്ടാവും. ഈ അപ്പർ പാർട്ട് നമ്മൾ സ്പോറോഫൈറ്റ് എന്ന് പറയും. ഇറ്റ് ഈസ് കോൾഡ് സ്പോറോഫൈറ്റ്. ഇത് ഗാമറ്റോഫൈറ്റ്. താഴെയുള്ള ഗാമറ്റോഫൈറ്റ് ഇങ്ങനെ വരച്ചാൽ താഴെയുള്ള പാർട്ട് ഗാമറ്റോഫൈറ്റ്, മേലെ സ്പോറോഫൈറ്റ്. ഇത് ഹാപ്ലോയിഡ് ആണ്, ഗാമേറ്റ് പ്രൊഡ്യൂസിംഗ് സ്ട്രക്ചർ ആണ്. ഇത് ഡിപ്ലോയിഡ് ആണ്, സൈഗോട്ട് എന്നാണ് ഉണ്ടാവുന്നത്. ഡിപ്ലോയിഡ് ആണ്. അതിന് 3 സ്ട്രക്ചർ ഉണ്ടാവും. താഴെ ഒരു ഫൂട്ട് ഉണ്ട്, ഇവിടെ ഇതിനുള്ളിൽ ഫൂട്ട് ഉണ്ട്. ഇത് ഫൂട്ട് എന്ന് പറയും, അറ്റാച്ചിങ്. ഇതിന് സീറ്റ എന്ന് പറയും. ഇതിന് ക്യാപ്സ്യൂൾ എന്ന് പറയും. ഈ ക്യാപ്സ്യൂളിന്റെ ഉള്ളിലാണ് സ്പോർ ഉണ്ടാവുന്നത്. സോ ഇതാണ് അറിയാൻ, നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇപ്പൊ മഴക്കാലത്ത് മുളച്ചു വരുന്നുണ്ടാവും. ഇതാണ് ഗാമറ്റോ. നിങ്ങൾ ഒരിക്കലും മോസെന്നോ ഫ്യൂണേറിയാണോ മാത്രം എഴുതിയാൽ പോരാ. ഹെഡിങ് ഉണ്ടാവുമ്പോൾ ഫ്യൂണേറിയ ഗാമറ്റോഫൈറ്റ് വിത്ത് സ്പോറോഫൈറ്റ് തന്നെ ഉണ്ടാവണം. ഞാൻ എന്താണോ ബോർഡിൽ എഴുതിയത് അതേപോലെ നിങ്ങൾ ഹെഡിങ് ഉണ്ടാവണം. കാരണം എക്സാമിന് എഴുതേണ്ട പോയിന്റ് ആണ് ഈ ഹെഡിങ്. അതുകൊണ്ട് ഹെഡിങ് മാറരുത്. ആകെയുള്ള മാർക്ക് 1 മാർക്കോ 2 മാർക്കോ നിങ്ങൾ ഈ ഹെഡിങ് തെറ്റിയാൽ അത് പോവും. അതുകൊണ്ടാണ് ഞാൻ ബോർഡിൽ ഹെഡിങ് എഴുതിയിരുന്നത്. സോ ഗാമറ്റോഫൈറ്റ് സ്പോറോഫൈറ്റ് എഴുതിയിട്ട് ലെഫ്റ്റ് സൈഡിൽ നോട്ട്സ് എഴുതാം. Then comes the next diagram. അത് ഡയഗ്രാം 9th ഡയഗ്രാം ആണ്. നെഫ്രോലെപ്പിസ് സ്പോറോഫൈറ്റ്. നെഫ്രോലെപ്പിസ് വീണ്ടും ടെറഡോഫൈറ്റിലേക്ക് പോകുന്നു. നെഫ്രോലെപ്പിസ് സ്പോറോഫൈറ്റ്. അത് ഫിഗർ നമ്പർ 36 ആണ്. ഡയഗ്രം ഇതാണ്. പിന്നെ സ്പോറോഫൈറ്റ്, നെഫ്രോലെപ്പിസ് ആണ്, ടെറഡോഫൈറ്റ് ആണ്. നമ്മൾ സാധാരണ കാണുന്ന ഫേൺസ് ആണ് ടെറഡോഫൈറ്റ് എന്ന് പറയുന്നത്. നല്ല ലീഫ്, ബ്യൂട്ടിഫുൾ ലീഫ്, നമ്മൾ ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലീഫാണ് ഇതിന്റെ നെഫ്രോലെപ്പിസിന്റെ. പ്ലാന്റ് അറിയുന്ന പ്ലാന്റ് ആണ്. ഞാൻ കാണിച്ചിരുന്ന ക്ലാസ്സിൽ കാണിച്ചു തന്നിരുന്നു. ഞാൻ ഇനിയും ലാബിൽ കാണിച്ചു തരാം. ഇതിന്റെ സ്പോറോഫൈറ്റ് ആണ്. സ്പോർ പ്രൊഡ്യൂസിംഗ് സ്ട്രക്ചർ സ്പോറോഫൈറ്റ് നമ്മൾ പഠിച്ചു. നെഫ്രോലെപ്പിസിന്റെ അത് എന്നിട്ട് എഴുതിയിട്ട് ഡയഗ്രാം ലെഫ്റ്റ് സൈഡിൽ നോട്ട് ഐഡന്റിഫിക്കേഷനും റീസൺ 6 പോയിന്റ് നോട്ട്സും കൂടെ ലെഫ്റ്റ് സൈഡിൽ എഴുതുക. നമുക്ക് സിമ്പിൾ ആയി വരക്കാം. നെഫ്രോലെപ്പിസ് സ്പോറോഫൈറ്റ്, ടെറഡോഫൈറ്റ് ആവുമ്പോൾ നമുക്കതിനെ അണ്ടർഗ്രൗണ്ട് സ്റ്റം ഈസ് കോൾഡ് റൈസോം. സ്റ്റം മണ്ണിന്റെ അടിയിലാണ്. അതിന് അഡ്വന്റീഷ്യസ് റൂട്ട്സ് ഉണ്ട്. ഇങ്ങനെ ഇത് റൈസോം ആണ്. ഇത് അഡ്വന്റീഷ്യസ് റൂട്ട് ആണ്. പിന്നെ ഇവിടെ നിന്ന് ലീഫ് ഉണ്ടാവും. ലീഫ് പിന്നേക്ക് കോമ്പൗണ്ട് ലീഫാണ്. അറിയാം, കോമ്പൗണ്ട് ലീവ്സ് ആണ്. ഇങ്ങനെ ലീവ്സ് ഉണ്ട്. നേരത്തെ വരച്ച ഡയഗ്രാം ലീവ്സ് ഉണ്ടാവും. ഇതാണ് സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ. 3 പാർട്ടേ ഉള്ളൂ. ഇതിന്റെ അടിയിലാണ് ഡോട്ട് ഉണ്ടാവുന്നത്. സം ഓഫ് ദ ലീവ്സ് പ്രൊഡ്യൂസിംഗ് സ്പോർസ് ആർ കോൾഡ് സ്പോറോഫിൽ. ഓൺ ദിയർ ലോവർ സൈഡ് ഡോട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആർ there. These dot like structures are called sorus. അതിനുള്ളിലാണ് സ്പോറാഞ്ചിയ. സ്പോറോഫൈറ്റ് ആണ്. ഇത് ഡിപ്ലോയിഡ് ആണ്.
ഇതിലാണ് സ്പോർ ഉണ്ടാകുന്നത്. സ്പോർ ഉണ്ടാകുമ്പോൾ മീമോസിസ് നടക്കും. അങ്ങനെയാണ് സ്ട്രക്ചർ ഉണ്ടാകുന്നത്. സോ എനിഹാവ് സ്പോറോഫൈറ്റിന്റെ 3 പോർഷനാണ്: അഡ്വെന്റീഷ്യസ് റൂട്ട്, റൈസോം, പിന്നെ കോമ്പൗണ്ട് ലീഫ്. അതിന്റെ നോട്ട്സ് വെബ്സൈറ്റിൽ എഴുതാം. വീട്ടിൽ കണ്ടാൽ അറിയുന്നതാണ്. അതുകൊണ്ട് ആ സമയത്തൊന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇനി നെക്സ്റ്റ് ഡയഗ്രാം വരുന്നത് 10th ഡയഗ്രാമാണ്. മൈക്രോസ്കോപ്പ് കൂട്ടിയാൽ 11th-ആയി. 10th ഡയഗ്രാമാണ് വരുന്നത്. പൈനസ് മെയിൽകോൺ ആണ്. പൈനസിന്റെ മെയിൽകോൺ ആണ്. ഫിഗർ നമ്പർ 38 ആണ്. പൈനസിന്റെ മെയിൽകോൺ ബഞ്ചായിട്ട് കാണിക്കും. ഇതാണ് പൈനസ് മെയിൽകോൺ. അതിന്റെ ഐഡന്റിഫിക്കേഷനും ഒരു 4 പോയിന്റ് റീസണും കൂടെ എഴുതണം ലെഫ്റ്റ് സൈഡിൽ. പൈനസ് അറിയാം, ജിംനോസ്പേം ആണ്. ജിംനോസ്പേം ആവുമ്പോൾ കുറെ പ്രത്യേകത ജിംനോസ്പേമിനുണ്ട്. കാരണം ഏറ്റവും അഡ്വാൻസ്ഡ് ആണ്. ഫസ്റ്റ് സീഡ് പ്രൊഡ്യൂസിംഗ് പ്ലാന്റ് ആണ്. കോൾഡ് ഹില്ലി ഹാബിറ്റാറ്റ് ആണ്. പൈനസ് കോൾഡ് ആണ്. സൈക്കാസ് മാത്രമാണ് നമ്മുടെ വാം ക്ലൈമറ്റിൽ കാണുന്ന പ്ലാന്റ്. അറിയാം, പൈനസ് എന്ന പ്ലാന്റ് നമ്മളെ സാധാരണ കോൾഡ് ഊട്ടി കൊടൈക്കനാൽ പോലുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പ്ലാന്റ് ആണ് പൈനസ്. പൈൻ ട്രീ എന്ന് പറയും. നമ്മളെ മടിക്കേരി ഭാഗത്തൊക്കെ കാണുന്ന പ്ലാന്റ് ആണ് പൈനസ്. നമ്മളെ കാഷോറിന പോലുള്ള ഒരു പ്ലാന്റ് ആണ് പൈനസിന്റെ. ജിംനോസ്പേം ആകുമ്പോൾ നമുക്ക് വരുന്നത് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആർട്ടിമോണി ആന്തരിക മാറി നമ്മൾ കോണായി. അതാണ് അതിന്റെ പ്രത്യേകത. കോൺസ് ആണ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. മെയിൽ കോൺ, ഫീമെയിൽ കോൺ. കോണിന്റെ ഉള്ളിലാണ് നമ്മളെ ഗാമേറ്റ്സ് ഉണ്ടാവുന്നത്. മെയിൽ കോണിന് മെയിൽ ഗാമേറ്റ്, മെയിൽ ഫ്ലവർ പോലെ അറിയാം. ജിംനോസ്പേം, നേക്കഡ് സീഡ്. ഫ്ലവർ ഇല്ല, ഫ്രൂട്ട് ഇല്ല, സീഡ് മാത്രം. സീഡ്സ് നേക്കഡ് ആണ്. സീഡ് ഉണ്ടാവുന്നത് കോണിന്റെ ഉള്ളിലാണ്. ആന്തരേഡിയ ആർച്ചിഗോണിക്ക് പകരം ഹൈലി മോഡിഫൈഡ് ആണ്. മെയിൽ കോൺ മൈക്രോസ്പോറോഫിൽ ഉണ്ടാവും, മെയിൽ ഗാമേറ്റ് ഉണ്ടാവും. ഫീമെയിൽ കോൺ മെഗാസ്പോറോഫിൽ ഉണ്ടാവും, ഫീമെയിൽ ഗാമേറ്റ് ഉണ്ടാവും. സോ മെയിൽ കോൺ ആണ്. ഫിഗർ നമ്പർ 38 ആണ്. മെയിൽ കോൺ ഗ്രൂപ്പ് ആയിട്ടാണ്, ബഞ്ചായിട്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും. ഇങ്ങനെ കോൺസിന്റെ ഗ്രൂപ്പാണ് ഇത് കാണുന്നത്. അത് വരച്ചിട്ട് ഇങ്ങനെ ഈ ഷേപ്പാണ് കോൺ ഉണ്ടാവുന്നത്. നമുക്ക് ലാബിൽ നോക്കാം കോൺ എങ്ങനെ ഉണ്ടാവുന്നത്. അതിൽ മൈക്രോസ്പോറോഫിലൊക്കെ ഉണ്ടെങ്കിൽ ലാബിൽ ചെയ്യണം. നന്നായിട്ട് വരച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ നോട്ട്സ് ചെയ്ത്. ചെറുതാണ് മെയിൽ കോണിന്റെ ബ്രാഞ്ചിന്റെ ടിപ്പിൽ, ലീഫിന്റെ ഇടയിൽ അതിലൊരു ട്രിഗ് അല്ലെങ്കിൽ ബ്രാഞ്ച് പൊട്ടിച്ച് അതിനുള്ളിൽ മെയിൽ കോൺ ഉണ്ടാവും. ആ മെയിൽ കോണിലാണ് മെയിൽ ഗാമേറ്റ്സ് ഉണ്ടാവുന്നത്. ഇതാണ് ഡയഗ്രാം. ഇനി 11th ഡയഗ്രാം. മൈക്രോസ്കോപ്പ് 11th ഡയഗ്രാം. പൈനസ് ഫീമെയിൽ കോൺ. ഹെഡിങ് തെറ്റരുത്. പൈനസ് ഫീമെയിൽ കോൺ. അത് ഫിഗർ നമ്പർ 39 ആണ്. 39th ഡയഗ്രാം ഫിഗർ നമ്പർ 39 ആണ്. പൈനസ് ഫീമെയിൽ കോൺ എഴുതിയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഐഡന്റിഫിക്കേഷനും റീസൺ എഴുതാം. 4 റീസൺ ഉണ്ട് എഴുതാൻ. അത് ലെഫ്റ്റ് സൈഡിൽ എഴുതിയാൽ അത് കംപ്ലീറ്റ് ആയി. പൈനസ് ഫീമെയിൽ കോൺ കുറച്ച് വലുതാണ്. ഫീമെയിൽ കോൺ ഇങ്ങനെ തന്നെയാണ്. ഫീമെയിൽ കോൺ ഈ ഷേപ്പിൽ വലിയ ഫീമെയിൽ കോൺ ആണ്. ലാബിൽ കാണിച്ചു തരാം. ഫീമെയിൽ കോൺ വലുതാണ് മെയിൽ കോണിനെക്കാളും. അതിങ്ങനെ മെഗാസ്പോറോഫിൽ ഉണ്ടാവും. ഇങ്ങനെ കുറെ പീസ് ഉണ്ടാവും. ഇങ്ങനെ ലാബിൽ കാണിച്ചു തരാം. ഇങ്ങനെയുള്ള മെഗാസ്പോറോഫിൽ ഫീമെയിൽ കോൺ ആണ്. അതിനകത്താണ് ഫീമെയിൽ ഗാമേറ്റ് ഉണ്ടാവില്ല. അത് മെയിൽ ഗാമേറ്റ്സ് ഉണ്ടായിട്ട് കാറ്റിന് വന്നിട്ടാണ്. പോളിനേഷൻ ബൈ വിൻഡ് ആണ്. എന്നിട്ട് മെയിൽ ഗാമേറ്റ്സ് വന്നിട്ട് ഫീമെയിൽ ഗാമേറ്റ് വന്നിട്ട് ജോയിൻ ചെയ്ത് സീഡ് ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിലാണ് സീഡ് ഉണ്ടാവല്. അപ്പോ അത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് സെറ്റിൽ വരുന്നത്. അതിന്റെയും ഇതേപോലെ ഐഡന്റിഫിക്കേഷൻ നോട്ട്സ് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് പ്രാക്ടിക്കൽ 13 എണ്ണമുള്ള ഒരു സെറ്റ് അത് നമ്മൾ പ്രാക്ടിക്കൽ കംപ്ലീറ്റ് ചെയ്തു. അതിന് ഏതെങ്കിലും ഒന്ന് കമ്പൽസറി ആയിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഡയഗ്രാംസ് പറഞ്ഞു തന്നു, ഹെഡിങ് പറഞ്ഞു തന്നു, എഴുതേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഞാൻ മെറ്റീരിയൽസ് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇനിയുള്ളത് അടുത്ത സെറ്റാണ്. അടുത്ത ക്ലാസ്സിൽ കൂടി ഞാൻ പ്രാക്ടിക്കലാണ് തരുന്നത്. കാരണം ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് നമ്മളെ ഫസ്റ്റ് സെറ്റുള്ള 11 ഡയഗ്രത്തിന്റെ ഒരു സെറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് വരക്കാനുള്ള ആദ്യ സെറ്റാണ് ഇത്. ഈ ക്ലാസ് കഴിയുമ്പോൾ ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കാര്യങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾ ഡയഗ്രാംസ് വരച്ച് നോട്ട്സ് എഴുതിയിട്ട് കംപ്ലീറ്റ് ആക്കുക. അപ്പൊ ചെറിയൊരു എക്സ്പ്ലനേഷൻ ഞാൻ തന്നു കഴിഞ്ഞു. ഇനിയിപ്പോ നിങ്ങൾ കാണാനുള്ളതാണ്. ഫസ്റ്റ് ഇയർ പലതും കണ്ടതാണ്. ഇനി സ്ലൈഡ്സ് കാണാനുണ്ട്. അത് ഞാൻ ആ ക്ലാസ്സിൽ വന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ നമ്മുടെ അടുത്ത സെറ്റും കൂടി ഇതേപോലെ. അപ്പൊ ഇന്ന് തന്നെ ഇത് ഇരുന്നിട്ട് റെക്കോർഡിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, വരക്കാനോ എഴുതാനോ ബാക്കിയുണ്ടെങ്കിൽ ഹെഡിങ് ഒക്കെ എഴുതിയിട്ട് നമ്മളെ വൃത്തിയിലത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള പ്രാക്ടിക്കൽ, അതായത് നമുക്ക് നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച കാര്യങ്ങളാണ്. ആ സമയത്ത് ഫസ്റ്റ് ഈ സെക്കൻഡ് ഇയറിന്റെ ഫസ്റ്റില് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂട്ട്സ് ആണ്. അതാണ് അടുത്ത് വരുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് ഈ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ടെസ്റ്റ് പേപ്പറിന് വേണ്ടിയിട്ട് 2 ചാപ്റ്റർ പഠിച്ചിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഞാൻ ഡേറ്റും സമയം പിന്നെ പറയാം. ഓക്കെ, താങ്ക് യു.